സംസ്ഥാനത്ത് ബന്ധു ഇതര അവയവദാനം വർദ്ധിച്ചുവെന്ന് വിശദീകരിക്കുകയാണ് കേസ് ഓട്ടോ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബൽ ഗ്രേഷ്യസ്. മരണാനന്തര അവയവദാനത്തിന്റെ സംശയനിഴലിൽ നിർത്താനാണ് ശ്രമം. ഇത് ആരുടെയെങ്കിലും താല്പര്യമാണോ എന്ന് സംശയമുണ്ട്. ഒരു വശത്തു കൂടി ജീവിച്ചിരിക്കുന്നവരുടെ അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നു. ഒരു വർഷം 1400 വരെ ജീവിച്ചിരിക്കുന്നവരിൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നുണ്ട്. മരിച്ചവരിൽ നിന്ന് 25 മുതൽ 50 വരെ ശസ്ത്രക്രിയ മാത്രമാണ് ഉണ്ടാകുന്നത്. ചൂഷണം ചെയ്യപ്പെടുന്നത് സാധാരണക്കാരനാണെന്നും ഡോക്ടർ നോബൽ ഗ്രേഷ്യസ് പറയുകയാണ്. വിദഗ്ധമായി പരിശോധിച്ച് മസ്തിഷ്കമരണം നിർണയിച്ച് ബന്ധുക്കളുടെ അടുത്ത് അവയവദാനത്തിന് തയ്യാറാവണമെന്ന് ചോദിച്ച് അവിടുന്ന് കിട്ടുന്ന ദാതാക്കളെ കഴിയുന്നതും ഉപയോഗിക്കുകയായിരിക്കും എപ്പോഴും നല്ലത്. അങ്ങനെയാണെങ്കിൽ എല്ലാ അവയവങ്ങളും ദാനം ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ പ്രോത്സാഹിക്കാതെ നമ്മളെല്ലാവരും ജീവിച്ചിരിക്കുന്ന അവയവദാന പ്രക്രിയയുടെ കൂടെ എങ്ങനെ പോവുകയും മസ്തിഷ്കമരണ അവയവദാന രീതിയെ തന്നെ മൊത്തത്തിൽ സംശയത്തിന് നിഴൽ നിർത്തി ഇതൊരു ആരുടെയെങ്കിലും താല്പര്യമാണോ എന്ന് ചോദിച്ചാൽ അതും സംശയിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു വർഷം കേരളത്തിൽ 1300 മുതൽ 1400 വരെ ഇവർക്ക് ശസ്ത്രക്രിയ ട്രാൻസ്പ്ലാന്റ് നടക്കുകയും ലിവർ ഒരു 300 മുതൽ 400 വരെ ലിവർ ട്രാൻസ്പ്ലാന്റ് ശസ്ത്രക്രിയയും ജീവിച്ചിരിക്കുന്നവർ നടക്കുന്നുണ്ട്. അപ്പോൾ മരിച്ചവരിൽ നിന്നോ വെറും 25 മുതൽ 50 ശസ്ത്രക്രിയ. അപ്പോൾ 1500 എണ്ണം ജീവിച്ചിൽ നടക്കുമ്പോൾ 50 ശസ്ത്രക്രിയയാണ് മരണാനന്തര അവയവദാനം. ഇത് മാറി മറ്റുള്ള പാശ്ചാത്യ രാജ്യങ്ങളിൽ 90% മസ്തിഷ്കമരണാനന്തര അവയവദാനവും 10% മാത്രമേ ജീവിക്കുന്ന അവയവദാനവും ആയാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ ചൂഷണവും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും സമൂഹത്തിൽ സാമ്പത്തികമായി പരാതി അനുഭവിക്കുന്നവരെയും ചൂഷണം ചെയ്യാതിരിക്കാൻ പറ്റുള്ളൂ. അതാണ് MG പ്രതീഷ് ആയിരുന്നു. പ്രതീഷ, ഈ തട്ടിപ്പിന്റെ വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ വലിയ ആശങ്കകൾ അല്ലെങ്കിൽ മറിച്ചുള്ള നെഗറ്റീവായ പ്രചാരണങ്ങൾ ഈ അവയവദാനത്തിനെതിരെയൊക്കെ വരുന്നുണ്ടായിരുന്നു. അതിലിപ്പോൾ കൃത്യമായി തന്നെ നിലപാട് പറയുകയാണ് കേസ് ഓട്ടോയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബൽ ഗ്രേഷ്യസ്. നമുക്കറിയാവുന്ന പോലെ അവയവദാനത്തിന്റെ ഒരു നോഡൽ ഏജൻസിയായി തന്നെ കേസ് ഓട്ടോ പ്രവർത്തിക്കുന്നുണ്ട്. ബന്ധു ഇതര അവയവദാനം വർദ്ധിക്കുന്നത് അതാണ് ഇത്തരത്തിൽ തട്ടിപ്പിലേക്ക് വഴിവെക്കുന്നതെന്നാണോ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്? വിനീത, തീർച്ചയായും. കാരണം ഓരോ ദിവസവും അവയവദാനവുമായി ബന്ധപ്പെട്ട പുറത്തു വരുന്ന വാർത്തകൾ വളരെ ഞെട്ടിക്കുന്നതാണ്. മാത്രമല്ല, സാധാരണ ഏറ്റവും പ്രായോഗികമായ രീതി മരണാനന്തര അവയവദാനമാണ്. മരണാനന്തരം അവയവങ്ങൾ ദാനം ചെയ്യുമ്പോൾ അത് നിരവധി പേർക്ക് പുതുജീവൻ ലഭിക്കും. പക്ഷേ സംസ്ഥാനത്ത് ബന്ധു ഇതര അവയവദാനങ്ങൾ വർദ്ധിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജീവിച്ചിരിക്കുന്നവരിൽ നിന്ന് പ്രധാനമായും 2 അവയവങ്ങളാണ് അവർക്ക് ദാനം ചെയ്യാൻ കഴിയുന്നത്. അത് വൃക്കയും കരളുമാണ്. പക്ഷേ ഈ സംസ്ഥാനത്തത് വലിയ രീതിയിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഈ മരണാനന്തര അവയവദാനത്തെ സംശയനിഴലിൽ നിർത്തിക്കൊണ്ട് ജീവിച്ചിരിക്കുന്നവരിൽ അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഘം തന്നെ സംസ്ഥാനത്ത് ഉണ്ട് എന്നുള്ള സൂചന കൂടിയാണ് കേസ് ഓട്ടോ എക്സിക്യൂട്ടീവ് ഡയറക്ടർ നൽകുന്നത്. മാത്രമല്ല, ഏറ്റവും കൂടുതൽ ഇതിൽ ചൂഷണം ചെയ്യപ്പെടുന്നത് സാധാരണക്കാരാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് മരണാനന്തര അവയവദാനമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത് എന്നതാണ് അദ്ദേഹം വിവരിക്കുന്ന കാര്യം. കണക്കുകൾ ഉൾപ്പെടെ നിരത്തിക്കൊണ്ടാണ് പറയുന്നത്. ഓരോ വർഷവും 1300 മുതൽ 1500 വരെ ജീവിച്ചിരിക്കുന്നവരിൽ നിന്ന് വൃക്ക ശസ്ത്രക്രിയ നടത്തുമ്പോൾ സംസ്ഥാനത്ത് മരണാനന്തര അവയവദാനം അത് 25 മുതൽ 50 വരെയാണ്. അതാണ് വലിയ കണക്കുകളൊക്കെ അദ്ദേഹം വിശദമാക്കുന്നു. മരണാനന്തര അവയവദാനമാണ് കൂടുതൽ പ്രോത്സാഹിക്കപ്പെടേണ്ടത്. ഇത്തരത്തിലുള്ള തട്ടിപ്പുകളൊക്കെ കുറയ്ക്കുന്നതിന് അത് സഹായിക്കുമെന്നതാണ് അദ്ദേഹം പറയുകയും ചെയ്യുന്നത്. MG പ്രതീഷ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.